ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കാണിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറാറിയംസ് ആണ്. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അപ്പം അതിനോട് അനുബന്ധിച്ചുള്ള കുറച്ച് ടെറാറിയംസ് ആണ് കാണിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ സിമ്പിളായിട്ട് ടെറാറിയം ഉണ്ടാക്കാം എന്നുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇൻഡോറിൽ വെക്കാൻ പാകത്തിനായിട്ടുള്ളതാണ് ഈ ടെറാറിയംസ് എല്ലാം തന്നെ. അതുപോലെ തന്നെ ടെറാറിയം 2 ടൈപ്സാണ് ഉള്ളത്, ഓപ്പണും അതുപോലെ ക്ലോസ്ഡ് ടെറാറിയമാണ്. ഇത് ഓപ്പൺ ടെറാറിയമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ടെറാറിയത്തിൽ വെക്കാൻ പറ്റിയ നല്ല പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അലോവേറ ഉണ്ട്, കാക്ടസ് ഉണ്ട്, അതുപോലെ ആഫ്രിക്കൻ വയലറ്റ്, ബേബി ടിയേഴ്സ് അല്ലെങ്കിൽ മോസസ് എല്ലാം നല്ലതാണ് നമുക്ക് വെക്കാനായിട്ട്. അതുപോലെ സെക്കുലൻസ് ആണെങ്കിലും എയർ പ്ലാന്റ്സും ഒക്കെ വളരെ നല്ലതാണ് ഓപ്പൺ ടെറാറിയത്തിൽ വെക്കുവാണെങ്കിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റോൺസ്, ചെറിയ സ്മോൾ സ്റ്റോൺസ് ഒക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണെങ്കിൽ, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റാച്യൂസ്, മിനിയേച്ചർ പോലത്തുള്ള സ്റ്റാച്യൂസ്, അതുപോലത്തെ ഹൗസ്, ഇതിൻ്റെ ബ്രിഡ്ജ്, ഇതെല്ലാം നമ്മൾ അഡീഷണലായിട്ട് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇത് തന്നെ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ബ്ലൂ കളറിലെ സാൻഡ്, അതൊരു വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റാണ് അതിന് കൊടുക്കുന്നത്. ഇതുപോലെ ബെഞ്ച്, അതുപോലെ എല്ലാം തന്നെ നമുക്ക് ചെറിയ ചെറിയ മിനിയേച്ചേഴ്സ് ഗാർഡനിൽ സെറ്റ് ചെയ്യാനുള്ള നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പോലും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓപ്പൺ ടെറാറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കുക, ഒരുപാട് അതിന് വാട്ടറിങ് ഒരുപാട് വേണ്ട, വെള്ളം വളരെ കുറച്ച് മതി. അത് സ്പ്രേ ചെയ്താണെങ്കിലും വളരെ കുറച്ച് മതി. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ഇഞ്ച് തിക്ക് ലെയറിലാണ് നമ്മൾ ആദ്യം കുറച്ച് സ്മോൾ സ്റ്റോൺസ് അല്ലെങ്കിൽ പെബിൾസ് ഒക്കെയാണ് ആദ്യം ഒരു ലെയർ കൊടുക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ഒരു ആക്ടിവേറ്റഡ് ചാർക്കോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ചാർക്കോളാണെങ്കിൽ നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതിന് ശേഷം വേണം ഇതിലിടാനായിട്ട്. അതിൻ്റെ കൂടെ അടുത്തൊരു ലെയറായിട്ട് പോട്ടിംഗ് സോയിൽ കൊടുക്കാം. അതിൻ്റെ മേളിലായിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് വെക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർക്കുക, ഒരുപാട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള ചെറിയ പ്ലാന്റ്സ് ആണെങ്കിൽ പോലും നമുക്ക് അതിനാവശ്യമായ വെള്ളം മാത്രം കൊടുത്താൽ മതി. ഈ ടെറാറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കുക, ഗ്ലാസ്സിൽ കണ്ടെയ്നേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ നല്ല കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ കാണുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് സ്റ്റാർ ഫിഷ് കാക്ടസ് പ്ലാന്റ് ആണ്. വളരെ നല്ലതാണ് ഇൻഡോറായിട്ട് വെക്കുന്ന ടെറാറിയത്തിൽ വെക്കാനായിട്ട്. പിന്നെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ സോയിലൊക്കെ നമുക്ക് കളേഴ്സിലുള്ളത് വാങ്ങിക്കാൻ കിട്ടും, പല കളേഴ്സിലുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ച് തന്നെ ഇടാം. ടെറാറിയം ആണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും വളരെ നല്ലതാണ്. നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം ഹൗസ് വാമിംഗ് ആണെങ്കിലും ബർത്ത്ഡേയ്സ് ആണെങ്കിലും ഏതൊരു ഫങ്ഷനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ടെറാറിയം. അപ്പം ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോരുത്തരുടെ ക്രിയേറ്റീവ് ഐഡിയ ആണ് ഇതിനകത്ത് ശരിക്കും ഉള്ളത്. അതനുസരിച്ചിട്ട് നമ്മൾക്ക് സെക്കുലൻസ് ആണെങ്കിലും ഒരുപാട് ടൈപ്പിലേ ഉണ്ട്. അപ്പം നമുക്ക് നോക്കിയിട്ട് ഒരുപാട് അങ്ങ് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റില്ല. അത്രയും നല്ല കെയർ കൊടുത്താൽ മാത്രമേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റത്തുള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ.
ടെറാറിയത്തിൽ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്. ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് കൂടുതലും വേണ്ടത്. അതുപോലെ തന്നെ ക്ലോസ്ഡ് ടെറാറിയം വെക്കുന്ന സമയത്ത് നെർവ് പ്ലാന്റ് ഒക്കെ വളരെ നല്ലതാണ്. പല ടൈപ്പിലുള്ളതുണ്ട്. പെപ്രോമിയ, അതുപോലെ തന്നെ ലെമൺ ബട്ടൺ ഫേൺസ് ഒക്കെ വളരെ നല്ലതാണ് ക്ലോസ്ഡ് ആയിട്ട് വെക്കുന്നതിൽ. ഇത് സ്റ്റോൺസ് വെച്ചിട്ട് ഒരു ബേസ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നെർവ് പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. സെക്കുലൻസും ബാക്കി പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ സ്റ്റോൺസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബേസ് ഉണ്ടാക്കിയെടുക്കാം. മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ടൈപ്പിലുള്ള ടെറാറിയത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടെയ്നേഴ്സും, അതുപോലെ ബൾബിൻ്റെ ഷേപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഗ്ലോബിൻ്റെ ഷേപ്പിലാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടുള്ളതും എല്ലാ ടൈപ്സിലെയും നമുക്ക് അവൈലബിൾ ആണ്. ഈവൻ നമുക്ക് അതൊന്നും കിട്ടിയില്ല എന്ന് പോലും നല്ല കുറച്ച് വലിപ്പമുള്ള നല്ല ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പല തീമിലായിട്ടുള്ള ടെറാറിയംസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഡെസേർട്ടിൻ്റെ ഒരു തീമിൽ വരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കാക്ടസ് ആണ്. അതുപോലെ തന്നെ അത് വെക്കുന്ന സമയത്ത് നമ്മൾ താഴെ വന്നിട്ട് സ്റ്റോൺസും അതുപോലെ മേളിൽ വന്നിട്ട് സോയിലുമാണ്. അത് പല കളേഴ്സിലുള്ള സോയിൽ കിട്ടും. അപ്പോൾ അത് ലെയറായിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് ആ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പം അതിൻ്റെ താഴത്തെ ലെയർ തുടങ്ങിയുള്ളത് നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. അതൊക്കെയാണെങ്കിൽ നമ്മൾ വളരെ കുറച്ച് മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വളരെ അതിന് നമ്മളിപ്പം സോയിൽ തൊട്ട് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. അത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ മാത്രം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇത് ഒരുപാട് അങ്ങ് കെയർ ചെയ്ത് നോക്കേണ്ട ആവശ്യം വരത്തില്ല അതിനൊക്കെ. മറ്റേ സാധാരണ നമ്മൾ പോട്ടിങ് സോയിലൊക്കെ ഇടുമ്പോഴാണ് പല ലെയറായിട്ട് വരുമ്പോഴത്തേക്ക് വെള്ളം കൂടിക്കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും റൂട്ട്സ് എല്ലാം വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ചീത്തയാവും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് ഇത് ഇപ്പോൾ കാണുന്ന പോലത്തെ ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കാക്ടസാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പെപ്പിൾസാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാവുന്ന രീതിയിലുള്ളതാണ് ഈ പ്ലാന്റ്സ് ഒക്കെ വരുന്നത്. കുറച്ച് മണി പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. നമുക്കിനി ഇപ്പോൾ കളേഴ്സ് ഉള്ള ടൈപ്പിലുള്ള പെപ്പിൾസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ഫീല് തോന്നുന്ന ടൈപ്പിലുള്ളത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ വീടിൻ്റെ മുന്നിൽ ചെറിയ ചെറിയ കല്ലുകൾ എടുക്കുക. അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന എയർ പ്ലാന്റ്സ് ആണ് പെപ്പിൾസ് വെച്ചിട്ട്. ഇത് ക്ലോസ്ഡ് ടെറാറിയമാണ്, അടച്ചാണ് ഇരിക്കുന്നത്. ഇതിലൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെറിയൊരു കിണർ പോലെയൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ചെറിയ മിനിയേച്ചർ ഹൗസിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു ചെറിയൊരു പ്ലാന്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ശരിക്കും നല്ലൊരു ഫീലാണ്. ഇതിപ്പം നോക്കിക്കഴിഞ്ഞാൽ 3 ലെയറായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും നല്ല ഒരു ബെസ്റ്റായിട്ടുള്ള പോട്ട്സും, അതുപോലെ തന്നെ ഇപ്പം കാണുന്ന പോട്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ ടെറാറിയംസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും.